ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടി നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാവുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ കളർ തന്നെ മാറിപ്പം. ഉപ്പ്, ചെറുനാരങ്ങ നീര് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാം. നല്ല കട്ട തൈരോട് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു വലിയ സബോളയും ഒരു മീഡിയം സൈസ് സബോളയാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തേക്ക് പൊരിച്ചെടുക്കുക. 2 ട്രിപ്പായിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തത്. അത് ഫുള്ളായിട്ട് പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ സെയിം സൺഫ്ലവർ ഓയിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക് കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഒന്ന് പച്ചമണം മാറുമ്പോഴത്തേക്ക് തന്നെ ഞാൻ കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അത് വാട്ടിയെടുക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളി ഒന്ന് തണുത്തിട്ടുണ്ടാകും. അത് നമ്മൾ കൈ വെച്ചൊന്ന് പൊടിച്ച് വെക്കുക. ഇതൊന്ന് വാടി വന്നു കഴിയുമ്പോഴത്തേന് അതിൻ്റെ അകത്തേക്ക് നമുക്ക് തക്കാളി ഇടാം. ഞാൻ 3 തക്കാളിയാണ് ഇട്ടത്. കാരണം എൻ്റെ തക്കാളി ചെറുതായിരുന്നു, അതുകൊണ്ട് 3 തക്കാളി ഇട്ടത്. വലിയ തക്കാളിയാണെങ്കിൽ 2 തക്കാളി മതിയാവും. നന്നായിട്ട് അടച്ച് വെച്ച് അതിൻ്റെ അകത്തുനിന്ന് ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഉടഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, അതായത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, അത്രയായിട്ട് ഇട്ടേക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ അകത്തെ എണ്ണയൊക്കെ ഊറി വരും. അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ആ പരുവാകുമ്പോഴത്തേന് നമ്മൾ എന്താക്കുക, നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട്, ചിക്കൻ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് വെള്ളമൊക്കെ ഊറി തുടങ്ങും. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് നമ്മുടെ ഉപ്പൊക്കെ നോക്കണം. നമ്മൾ ചിക്കൻ്റെ അകത്ത് ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ടേ ഇടാവുള്ളൂ. ഉപ്പൊക്കെ നോക്കിയിടുക. എന്നിട്ട് ചിക്കന് വെള്ളം വറ്റി ചിക്കനൊന്ന് വേവുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ചിക്കൻ വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു 10 to 15 മിനിറ്റ്സൊക്കെ എടുക്കും ചിക്കൻ വേവാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളി മുരിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ നമ്മൾ എന്താക്കുക, ചിക്കൻ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ചിക്കൻ കറിയിലേക്ക് ആ ഉള്ളി ഇതൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. അതിനകത്തേക്ക് ഞാൻ പിന്നെ ഇടുന്നത് കുറച്ച് നമ്മുടെ വലിയ ജീരകയില്ലേ, പെരിഞ്ചീരകം, അത് പൊടിച്ചതാണ്. അത് പൊടിച്ചതും കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതുകൂടെ ഇടാം. അത്രേ ഉള്ളൂ. കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുക. ഞാൻ ചപ്പാത്തിയോട് കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ